നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അതിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മുതൽ എറണാകുളത്ത് വരെയുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട ആവേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ രാവിലെ മുതലുള്ള വാർത്തകൾ. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശാസ്തമംഗലത്താണ്. ത്രികോണ മത്സരം എന്ന് പറയേണ്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. ആർ ശ്രീലേഖ, അമൃത പോലുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ സജീവമായിട്ട് തന്നെ നിൽക്കുന്നു. എന്തായാലും എന്താണ് അവരുടെ പ്രതീക്ഷ, നിലവിലത്തെ വോട്ട് രീതികൾ എങ്ങനെയാണ് എന്നതിനൊക്കെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ബുക്ക് ചെയ്യണം. അത് വേണം. ചേട്ടാ കേറില്ല ഫ്രണ്ട് ചേട്ടാ എടുത്തു കേറാ. ശാസ്തമംഗലത്തെ ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അമൃതയാണ്. അമൃത തിരഞ്ഞെടുപ്പ് മുഖത്തേക്ക് വരുന്നത്, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാണ്, പ്രത്യേകിച്ച് LDFന്റെ സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ അവസാന വോട്ടെടുപ്പിലേക്ക് വരെ എത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് പ്രതീക്ഷ? ആദ്യം തൊട്ട് പ്രതിസന്ധികളൊന്നുമില്ല, വിമർശനങ്ങളൊന്നും എനിക്ക് നേരിട്ടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ഈ നാട്ടുകാരിയാണ്. ആദ്യം മുതൽ അവസാനം വരെയും ഒരേ രീതിയിലുള്ള സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അമൃതയ്ക്ക് പേഴ്സണലി ഒരു വിമർശനം എന്നതിനേക്കാൾ ഉപരി LDFനുള്ള കുറച്ച് വിമർശനങ്ങൾ ഉണ്ടല്ലോ. നിലവിലത്തെ സാഹചര്യത്തിൽ ശബരിമല പോലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും അമൃത എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് തോന്നുന്നുണ്ടോ? ഇതുവരെ എനിക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ഒരുപാട് നല്ല ബഹുമാനപ്പെട്ട MLA ശാസ്തമംഗലം വളരെ വികസന നേട്ടങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങളിലേക്ക് എനിക്ക് പറയാനും അവരിലേക്ക് ഇട്ടുവാനും ഉള്ളത്. ശാസ്തമംഗലത്തെ ആളുകളുടെ അടുത്തൊക്കെ അമൃത ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു അവസാന ഘട്ടത്തിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രതീക്ഷ എന്താണ് എന്നത് ഒരിക്കൽ കൂടെ. വലിയ വാഗ്ദാനങ്ങൾക്കുപരി അവരുടെ ഓരോ ചെറിയ ആവശ്യങ്ങൾക്ക് ഞാൻ അവരോടൊപ്പം തന്നെ ഉണ്ടാവും. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും. ശരി.
പോലെ കണ്ടിട്ട് കുറെ ഞാൻ നേരിട്ട് കുറയുന്നാണ് പഴയ സ്നേഹിത ഇതൊക്കെ സജീവമായിട്ടുണ്ടാ അതൊക്കെ ഒരു ചെറിയ ആകർഷിക്കണ്ട എല്ലാം മാറിയ മാറിയിട്ട് നമസ്കാരം ഫ്ലിക്കറിൽ കുറച്ച് വന്നേ ഉള്ളൂ കാലും ഫ്രാക്ചറായിട്ട് അകത്തോട്ട് പ്രവേശനമില്ല. നമ്മളെ കൊണ്ട് അവിടെ ഇരുത്തി ആളില്ല വരാൻ പറയാം ക്യൂവേ ഇല്ല മൂന്നാഴ്ച ഇരുന്നിട്ടില്ല. കുറച്ച് പിന്നെ പേരില് വേണ്ട നടക്കാൻ വേണ്ട
സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും നമ്മളോടൊപ്പം ചേരുകയാണ്. മാം, അവസാന ഘട്ടമാണ്, അതായത് വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ? വോട്ട് ചെയ്തായിരുന്നു? വോട്ട് ചെയ്തു. ഞാൻ രാവിലെ വോട്ട് ചെയ്തു. നല്ല അത്ഭുതത്തിൽ നല്ല ഇതാണ്, നല്ല പ്രതീക്ഷയാണ്. ഞാൻ വിജയിക്കും. നല്ല ട്രെൻഡാണ്. ജനങ്ങളെല്ലാം നല്ല സപ്പോർട്ടാണ്. അതെ. പ്രചാരണങ്ങളൊക്കെ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ നമ്മൾ 3 റൗണ്ട് പ്രചാരണം നടത്തി. പിന്നെ നല്ല രീതിയിലായിരുന്നു. നല്ല ആൾക്കാർ ഭയങ്കര വമ്പിച്ച ഒരു ഇതായിരുന്നു കിട്ടിയിരിക്കുന്നത്. UDF ഒരു തിരിച്ചു വരവ്, അതാണ് ഈ പ്രാവശ്യം എന്ന് പറയുന്നു. അതിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാം നല്ലവണ്ണം നിലവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് രാത്രി വരെ ഇതിന്റെ പിറകിലായിരുന്നു. നല്ല രീതിയിലുള്ളത് ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ്, അതായത് ഇപ്പോ ഇവിടുത്തെ ജനങ്ങളെയൊക്കെ പോയി കണ്ടു കാണുമല്ലോ, നേരിട്ട് കണ്ട് അവരെല്ലാം അവർ പറയുന്നത് വെച്ചാൽ LDF ഭരണമാർക്ക് ഇവിടെ ഇവിടുത്തെ കോൺഗ്രസ് തന്നെ വരണം, UDF തന്നെ വരണം, കയ്യെത്തുന്ന ദൂരത്തിനുള്ള ഒരു കൗൺസിലറാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വിളിച്ചാൽ എത്തുന്ന ആൾക്കാർ വരണം. എന്തെങ്കിലും പറഞ്ഞ ഉടൻ വിളിച്ച ഉടനെ തന്നെ നമുക്ക് എത്തണം. അങ്ങനെയുള്ള ആൾ വേണം ജയിക്കേണ്ടത് കാൻഡിഡേറ്റ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. BJPയുടെ സിറ്റിംഗ് സീറ്റാണ്, അത് BJP സിറ്റിംഗ് സീറ്റ് ഈ പ്രാവശ്യം ഒന്നും, ഇതിനു മുമ്പ് BJP ഒന്നുമല്ല, UDF ഒക്കെ ഭരിച്ചതാണ്. പല പ്രാവശ്യം കോൺഗ്രസിൻ്റെ ഇതൊക്കെ വന്നതാണ്. മാറി BJP കഴിഞ്ഞ പ്രാവശ്യം വന്നേ ഉള്ളൂ. അത് തിരിച്ചു പിടിക്കും.